സലൂണിലാന്നേ ഉള്ളേ. ഇന്ന് സൺഡേ ഇത് എല്ലാവരും ഉണ്ടല്ലോ. ഹായ് മമ്മി. ഹായ് മക്കൾ. ജാനോ. എല്ലാരും വലിയ പരിപാടിയിലാന്നില്ല. ഇവിടെ നമ്മളിതാ ഒറ്റക്ക് പണിയെടുക്കുന്ന ഒരാളുടെ ഏട്ടാ. പാവല്ലേ സുധി. ഓ അതെയപ്പാ. ഓ ശരി ശരി. അച്ചേട്ടാ മോളെന്ന് നഖത്തിന് വെളുപ്പ് കിട്ടുന്നല്ലേ. അല്ല സുധി, നമ്മളെ ഇന്നലെ കുറച്ച് വീഡിയോ ചെയ്തല്ല, അപ്പൊ നമുക്ക് ഇത് ഫേഷ്യലിനെ കുറിച്ച് കുറച്ച് വീഡിയോ ചെയ്താലോ? ഫേഷ്യലിന്റെ വീഡിയോ നമുക്ക് ഇന്ന് ചെയ്യാം. അതിന്റെ കാര്യങ്ങളൊന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ മെയിൻ ആയിട്ടുള്ളത് ഗ്ലൂട്ടോത്തയോൺ. ഇപ്പൊ നമുക്ക് മെഡിസിൻ രൂപത്തിലും പിന്നെ ഇഞ്ചെക്ട് ചെയ്തിട്ടും അങ്ങനെയല്ലാന്ന് എല്ലാവരും ചെയ്യുന്നു. പക്ഷെ അത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര സൈഡ് എഫക്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും. അതുകൊണ്ട് നമ്മളത് ഫേഷ്യൽ രൂപത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്തു കൊടുക്കുന്നുള്ളതാണ് നമ്മളെ മെയിൻ ഹൈലൈറ്റ് കേട്ടോ. ഫേഷ്യൽ രൂപത്തിലാകുമ്പോൾ നമുക്ക് വേറെ സൈഡ് എഫക്റ്റ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നമ്മളിതൊരു 3 സിറ്റിംഗ് ആയിട്ടാണ് കൊടുക്കുക. കാരണം റിസൾട്ട് നമുക്ക് കൂടുതൽ കിട്ടുന്നതെന്ന് വെച്ചാൽ സിറ്റിംഗ് ബേസിൽ കൊടുക്കുമ്പോഴാണ്. അപ്പോൾ അതുകൊണ്ട് 3 സിറ്റിംഗ് ആയിട്ടാണ് കൊടുക്കുക. എന്നിട്ട് നമ്മൾ റിസൾട്ട് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ പിന്നെ കൊടുക്കും. അങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. വണ്ടി കയറിയിട്ടുണ്ടോ ഒരാളല്ലേ അപ്പോഴത്തേക്ക്? അല്ല സുധി, ഈ 3 സിറ്റിംഗ് വെച്ചാൽ എത്ര ദിവസം ഗ്യാപ്പിലുണ്ടാവുക? നമ്മളൊരു 15 ഡേയ്സ് ഗ്യാപ്പിലാണ് ഇത് പറയുന്നത് സിറ്റിംഗ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഒരു 1 മന്ത് ഗ്യാപ്പിലായാലും പ്രശ്നമില്ല, നമുക്ക് അങ്ങനെ വെച്ച് ചെയ്യാനും പറ്റും. പിന്നെ സുധീൻ്റെ ആഫ്റ്റർ കെയറിൽ എങ്ങനെയാണ് കാര്യങ്ങൾ? അതിന് കാര്യമായിട്ട് ആഫ്റ്റർ കെയർ എന്ന് പറഞ്ഞിട്ടൊന്നുമില്ല. നമ്മൾ നോർമൽ ഫേഷ്യലിന് ചെയ്യുന്ന പോലത്തെ ആഫ്റ്റർ കെയർ മാത്രമേ ഉള്ളൂ. വെയിൽ കൊള്ളാതിരിക്കുക, പിന്നെ പുറത്തിറങ്ങി നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുക, അത്രയും മാത്രം ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഗ്ലൂട്ടോത്തയോൺ ഫേഷ്യൽ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. അതിനുള്ള റിപ്ലൈ ഞാൻ എന്തായാലും തരുന്നതായിരിക്കും. എന്നാൽ പിന്നെ ഓക്കെ, ബൈ.